Welcome back to my channel and I'm Nimisha Davies. So, ഇത് നമ്മുടെ പവർ ബി ഐയുടെ മലയാളം ട്യൂട്ടോറിയൽ സീരീസ് ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡാറ്റ വിഷ്വലൈസേഷനിലോട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നോക്കിയില്ലേ. ചെറിയതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു നമ്മളിങ്ങനെ ഒരു ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഫൈൻ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ കറക്റ്റായിട്ട് പവർ ബി ഐയുടെ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഡാറ്റ വിഷ്വലൈസേഷൻ നോക്കിയില്ലേ. ഇനി നമ്മൾ പവർ ബി ഐനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പവർ ബി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് അനലറ്റിക്സ് സർവീസ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ ഒരു ബിസിനസ് അനലറ്റിക്സ് സർവീസ് ആണ് എന്ത് പവർ ബി ഐ എന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് വേർഷൻ റിലീസ് ചെയ്തത് ജൂലൈ 24, 2015 ഒരു 9 വർഷമൊക്കെ ആയിട്ടാണ് അത് റിലീസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, കുറച്ചും കൂടി വിഷ്വലൈസേഷൻ ഇൻട്രാക്റ്റീവ് ആക്കാനും അതേപോലെ ബിസിനസ് ഇൻ്റലിജൻസിനും വേണ്ടിയിട്ടാണ് എന്ത് നമുക്ക് യൂസർ ഇൻ്റർഫേസ് ഒക്കെ ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പവർ ബി ഐ 2015 മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അതിൻ്റെ URL വരുന്നത് URL ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ. powerbi.microsoft.com എന്നുള്ളതാണ് അതിൻ്റെ വെബ്സൈറ്റ് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇത് എന്തിനാ നമുക്ക് കുറച്ചും കൂടി കീ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡാറ്റ സോഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഡക്റ്റ് ആണ്. പിന്നെ യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് കുറച്ചും കൂടി ഇൻ്റർഫേസ് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആണ് കമ്പയർ ടു അതർ ടൂൾസ്. ഓക്കെ, ബാക്കിയുള്ള ടൂൾസിനെ വെച്ച് നോക്കുമ്പോൾ ഡാറ്റ വിഷ്വലൈസേഷൻ ടൂൾസിനെ വെച്ച് നോക്കുമ്പോൾ പവർ ബി ഐ എന്ന് പറയുന്നത് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. മാത്രമല്ല ഒട്ടുമിക്ക കമ്പനീസ് മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇതും അതെന്താണ്? ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ബിസിനസ് അനലറ്റിക്സ് സർവീസ് ആണ് എന്ത് പവർ ബി ഐ എന്ന് പറയുന്നത്. അതേപോലെ ബാക്കിയുള്ള ടൂൾസിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ലൈസൻസിങ് കോസ്റ്റും വളരെയധികം കുറവാണ്. ഓക്കെ, പിന്നെ ഈ പവർ ബി ഐ ഒക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ലേറ്റസ്റ്റ് വേർഷൻ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇപ്പം നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ തൊട്ട് പവർ ബി ഐയുടെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് ഒക്ടോബറിലാണ്, 2024 ഒക്ടോബറിലാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും ഡിസംബറിലായിരിക്കാം. ആ ടൈമിൽ ചിലപ്പോൾ അതിൻ്റെ യൂസർ ഇൻ്റർഫേസിൽ ഡിഫറൻസ് വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അത് നമ്മളത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ശരി, ഇനി ഇവിടെ കണ്ട പവർ ബി ഐ. ഇതിൽ ബി ഐ എന്ന് പറഞ്ഞാൽ എന്താ? ബി ഐ എന്ന് വെച്ചാൽ ബിസിനസ് ഇൻ്റലിജൻസ് എന്നാണ് പറയാം. 1 സെക്കൻഡ്. അതെ, ബിസിനസ് ഇൻ്റലിജൻസ്. ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചത് തന്നെ ഒരു സെറ്റ് ഓഫ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ടെക്നിക് എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനെ? റോ ഡാറ്റേനെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് എന്ത്? ബിസിനസ് ഇൻ്റലിജൻസ്. ഓക്കെ, ടെക്നിക് ദാറ്റ് ട്രാൻസ്ഫോം റോ ഡാറ്റ ഇൻടു മീനിങ് ഇൻഫോർമേഷൻ. അതുവഴി നമുക്ക് എന്താക്കാം? പ്രോപ്പറായിട്ട് ഡിസിഷൻ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് എന്ത്? പവർ ബി ഐ. ക്ലിയർ അല്ലേ? എന്താ? റോ ഡാറ്റേനെ കുറച്ചും കൂടി മീനിങ് ഇൻഫോർമേഷൻ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എന്താണ്? നമുക്കത് യൂസ് ചെയ്യാം. നമുക്ക് അവൈലബിൾ ആയിരിക്കും അത്. ഓക്കെ, കുറച്ചും കൂടി ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ത്? ഈ ഒരു ബിസിനസ് ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളുകളാണ് പവർ ബി ഐ, ടാബ്ലോ. ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? പവർ ബി ഐ ആണ്. ഓക്കെ, പവർ ബി ഐയുടെ കോമ്പോണൻസ് എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പവർ ബി ഐ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഡെസ്ക് ടോപ്പ് ഉണ്ട്, സർവീസ് ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ഗേറ്റ് വേ ഉണ്ട്, എംബഡ് ഉണ്ട്, സെർവർ ഉണ്ട്, മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക പവർ ബി ഐ ഡെസ്ക് ടോപ്പാണ്. ഓക്കെ, ഒരു ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്താണ്? പവർ ബി ഐ ഡെസ്ക് ടോപ്പാണ്. ഇത് വിൻഡോസിലേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. മാക്കിലോ ലിനക്സിലോ ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല, വിൻഡോസിലേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. നമുക്കൊരു വിൻഡോസ് 10 അല്ലെങ്കിൽ എബവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക മെയിനായിട്ടും. വിൻഡോസ് 8 ഒക്കെ യൂസ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ച് സ്ലോ ആയിരിക്കും കമ്പയർ ടു വിൻഡോസ് 10.
അതേപോലെ മിനിമം ഒരു 8 GB എങ്കിലും റാം ഉണ്ടായിരിക്കണം. 16 GB ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത്, പക്ഷെ മിനിമം ഒരു 8 GB എങ്കിലും റാം ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ പവർ ബി ഐ ഡെസ്ക്ടോപ്പ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? റിപ്പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പവർ ബി ഐ ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തതുണ്ടായിരിക്കും പവർ ബി ഐ സർവീസ്. പവർ ബി ഐ സർവീസസ് എന്ന് പറയുകയാണെങ്കിൽ എന്തിനാണെന്ന് വെച്ചാൽ അതൊരു ഓൺലൈൻ സർവീസ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെ, അതൊരു ഓൺലൈൻ സർവീസ് ആണ്. നമുക്കത് പബ്ലിഷ് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഇപ്പം ഞാൻ എൻ്റെ സിസ്റ്റത്തിലായിരിക്കും ഇത് പവർ ബി ഐ ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പം എൻ്റെ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്ത സാധനം വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഈ സിസ്റ്റം കൊണ്ട് കൊടുക്കാൻ പറ്റും? ഇല്ല. പകരം എന്ത് ചെയ്യാം, നമുക്കത് ഓൺലൈൻ ത്രൂ ഇത് ഷെയർ ചെയ്യാം. കൊളാബറേഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? പബ്ലിഷ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കൊളാബിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പവർ ബി ഐ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? പവർ ബി ഐ ഡെസ്ക്ടോപ്പും ബാക്കിയുള്ളവർ സ്റ്റേക്ക് ഹോൾഡേഴ്സോ അല്ലെങ്കിൽ ഇതാർക്കാണോ നമുക്ക് ഷെയർ ചെയ്യേണ്ടത് അവരേതാ യൂസ് ചെയ്യാം? പവർ ബി ഐ സർവീസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതിന് പുറമെ പവർ ബി ഐ മൊബൈൽ ആപ്പ് ഉണ്ട്. അതെന്തിനാണ്? നമുക്ക് മൊബൈൽ ആപ്പിൽ ആൻഡ്രോയിഡിലോ iOS-ലോ എന്താണ് ഈ റിപ്പോർട്ടുകളൊക്കെ വ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്പ് യൂസ് ചെയ്യാം. അതല്ലാതെ ഗേറ്റ് വേ, എംബഡ്, അങ്ങനെ സെർവർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, എംബഡൊക്കെ വരുമ്പോൾ നമുക്ക് ഡീപ്ലോയ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതാണ് മെയിനായിട്ട് പവർ ബി ഐയുടെ കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 3 കോമ്പോണൻ്റ് ആണ് വരുന്നത്. പവർ ബി ഐ പവർ ക്വറി, പവർ പിവോട്ട്, പവർ വ്യൂ. 3 കോമ്പോണൻസ് ആണ് ഇതിൽ മെയിനായിട്ടും വരുന്നുണ്ടായിരിക്കാം. പവർ ക്വറി എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ അതൊരു ETL ബേസ് ചെയ്തിട്ടാണ്. എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം, ലോഡ്. ഈ 3 പ്രോസസ്സാണ്. ETL പ്രോസസ്സാണ് എന്ത്? പവർ ക്വറി എന്ന് പറയുന്നത്. ഓക്കെ, ETL പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. നമുക്ക് എന്താണ്? ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? പവർ ക്വറി എന്ന് പറയുന്ന കോമ്പണന്റ്. ഈ 3 ഈ പവർ ക്വറി മാത്രമേ നമുക്ക് വിഷ്വലി നമുക്കത് വിസിബിൾ ആവത്തുള്ളൂ, നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഈ പിവോട്ടും വ്യൂ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു കൺസെപ്റ്റ് മാത്രമാണ്. ഓക്കെ, ഇനി ഇപ്പം ഒന്നിൽ കൂടുതൽ ടേബിൾസ് ഉണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റ മോഡലിംഗ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ അതിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യണതാണ് എന്ത്? പവർ പിവോട്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, അത് മെയിനായിട്ടും ഡാക്സ് യൂസ് ചെയ്തിട്ടാണ് പവർ പിവോട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് എന്താണെന്ന് വെച്ചാൽ ഡാറ്റ അനാലിസിസ് എക്സ്പ്രഷൻ, അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടാവും. ഈ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കാനായിട്ട് നോക്കുക. അതൊരു ചെറിയൊരു ഫോർമുലയാണ്. ഓക്കെ, ഡാറ്റ അനലൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് എന്ത്? ഡാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പവർ വ്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? വിഷ്വലൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം. നമുക്ക് ഡാറ്റ പ്രസൻറ്റ് ചെയ്യണം, ആ ഒരു ഇൻസൈറ്റ്സ് നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? പവർ വ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആ ഒരു പവർ വ്യൂ ടൈമിൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്ന ടൈമിൽ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെ നമുക്ക് ആവശ്യമുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ തിയറി പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് ബോറിംഗ് ഉണ്ടായിരിക്കും, പക്ഷേ ഈ ഓരോ പോയിന്റ്സും, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോട് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇത് പവർ ബി ഐയുടെ പല ടൈപ്സ് അല്ലെങ്കിൽ കോമ്പണൻസ് തന്നെ പറയാം. പവർ ബി ഐ ഡെസ്ക്ടോപ്പ്, സർവീസ്, മൊബൈൽ ആപ്സ്, ഗേറ്റ് വേ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തിരിക്കുകയെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഇത് ഇതിൻ്റെ ഡാറ്റ ക്യാമ്പോ അങ്ങനെ ഏതോ ഒരു ഇത് എനിക്ക് കിട്ടിയ ഇമേജ് ആണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ അങ്ങനത്തെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനുള്ള ഇമേജസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പവർ ബി ഐ കോമ്പണൻറ്റ്, ഈ 3 ക്വറി, പിവോട്ട്, വ്യൂ, ഈ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അതും വളരെ വളരെ അതും വളരെ വളരെ എന്തൊക്കെയോ ഉണ്ടായി. 1 സെക്കൻഡ് കേട്ടോ. ഷിറ്റ്. ഓക്കെ, ഓക്കെ, ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ പവർ ബി ഐ സെക്കൻഡ് ക്വറിയിൽ വരുമ്പോൾ എന്താണ്? ഡാറ്റ മോഡലിംഗ് ആണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ പിവോട്ടിൽ വരുമ്പോൾ ഡാക്സ് ആണ് ഫോളോ ചെയ്യുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത്. പവർ വ്യൂവിൽ വരുമ്പോൾ വിഷ്വലൈസേഷൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ 3 കോമ്പണൻറ്റും ഈ ഒരു കാര്യമാണ് നോക്കേണ്ടത് കേട്ടോ. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, എന്തുകൊണ്ടാണ് പവർ ബി ഐ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് ഫസ്റ്റ് റിലീസ് ചെയ്തത് എപ്പോഴാണ്,
ഓക്കെ. പിന്നെ ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ടും നോക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പവർ ബി ഐയുടെ ഇൻസ്റ്റോളേഷൻ നമുക്ക് നോക്കാം. ഓക്കെ. നമുക്ക് ഇങ്ങനെ തിയറി പറഞ്ഞുകൊണ്ട് പോയി നമുക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഐഡിയ അല്ല, ഒരു ഇൻട്രസ്റ്റ് തോന്നും. എനിക്ക് അങ്ങനെയാണെങ്കിൽ തിയറി ഭയങ്കര ഇഷ്ടമല്ല, ബോറാണ്. അപ്പോൾ എനിക്ക് പ്രാക്ടിക്കലിൽ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് തന്നെ എനിക്ക് തിയറി തീരെ ഇഷ്ടം ഉണ്ടാവില്ല. പ്രാക്ടിക്കൽസ് എനിക്കിഷ്ടമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽസിലോട്ട് കയറാം നെക്സ്റ്റ് വീഡിയോയിൽ. സോ അപ്പോൾ നമുക്ക് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. പോകുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, ബൈ. ഹാവ് എ നൈസ് ഡേ.